തെന്മല ഡാം ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത എന്ന ആക്ഷേപം. യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റക്കമ്പി മാത്രം ഘടിപ്പിച്ചാണ് ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത്. വെയിറ്റിംഗ് ഷെഡിന് മേൽക്കൂരയുമില്ല. തെന്മല ഡാം ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടമാണ് അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇടുങ്ങിയ ഭാഗത്ത് ഒരു സ്റ്റീൽ കമ്പി മാത്രം ഘടിപ്പിച്ചാണ് ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ മണിക്കൂറോളം അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ടൊന്ന് ഇരിക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേനും അതായത് മനുഷ്യന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ ബെഞ്ച് തയ്യാറാക്കി ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഏത് കോൺട്രാക്ട് ചെയ്താലും ഏത് വകുപ്പിൽ ചെയ്താലും ഇത് മനുഷ്യന് ഉപയോഗിക്കാനുള്ള രീതിയിൽ വേണ്ട ചെയ്യാൻ. നമുക്കൊരു 5 മിനിറ്റ് പോലും ഇത് ഇരിക്കാനൊക്കത്തില്ല. അപ്പോഴത്തേനും കാലും ദേഹവും മൊത്തത്തിൽ വേദനയാവും. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വെയിറ്റ് പണിയുക, സർക്കാർ പൈസകൾ ഇങ്ങനെ അനാവത്താക്കി ചെലവാക്കുക എന്നുള്ള ഏക ലക്ഷ്യം ഇതിലൂടെ തട്ടിപ്പാടാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ടൂറിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ വന്ന് മറിയുന്നതാണ് ഈ ഡാമിൽ. അപ്പോഴത്തേനും അവർക്കൊന്ന് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇരിക്കാനൊക്കാത്തൊരു കണ്ടീഷനിലാണ് ഈ ഒരു ബെഞ്ച് ഇവിടെ നിർമ്മിച്ചിട്ടേക്കുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന് മേൽക്കൂരയുമില്ല. ഇതുമൂലം പക്ഷികളുടെ കാഷ്ടം യാത്രക്കാരുടെ മേൽ വീഴുന്നതും പതിവാണ്. ഡാം സന്ദർശിക്കാനെത്തുന്ന ആളുകളുടെ ഏക ആശ്രയമാണ് ഈ വെയിറ്റ് ഷെഡ്. മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയിലാണ് തദ്ദേശീയരും വിദേശീയരുമായ സഞ്ചാരികൾ. അപ്പോൾ ഇത് തീർത്തും അവർ ഒരു എന്താ പറയുക, ഒരു ജനങ്ങളെ മുതലെടുക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ്. ഈ ഫണ്ടുകൾ തട്ടിച്ചെടുക്കുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് മാന്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഈ ബെഞ്ചിൻ്റെ തന്നെ ഫോട്ടോ ഒന്ന് സാറിന് എടുത്ത് നോക്കി ഇതിനകത്ത് എങ്ങനെ മനുഷ്യന് ഇരിക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അവർ ചെയ്തിട്ടേക്കുന്നത്. ഇതാ ജനങ്ങൾക്ക് നിരന്തരമായി കാണിക്കുന്നത്. നമുക്കൊരു പഞ്ചായത്ത് ഭരണസമിതിയിലോ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറോ ഒന്നും ഇത് ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഇങ്ങനെയുള്ള അഴിമതികൾ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല.